പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, UKMKയുടെയും സീഡിന്റെയും ഭാരവാഹികളെ, ക്ഷേമാനുഗ്രഹങ്ങൾ എന്നിലും നിങ്ങളിലും സദാ വർഷിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. UAE കക്കാട് മഹല്ല് കൂട്ടായ്മയുടെ സംരംഭമായ സീഡ്, അതായത് സപ്പോർട്ട് ഫോർ എഡ്യൂക്കേഷണൽ എംപവർമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന രണ്ടാമത്തെ വെബിനാർ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സാമൂഹിക മാറ്റം പുതിയ സാഹചര്യത്തിൽ പിന്നോക്ക വിഭാഗങ്ങളെയും കീഴാള വിഭാഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു ആവശ്യകതയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വിദ്യാഭ്യാസ തൊഴിൽ രംഗത്ത് യുവസമൂഹങ്ങൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുക എന്നത് സീഡിന്റെ ആത്യന്തിക ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടിസ്ഥാന വിഭാഗത്തെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള വിവിധ പ്രവർത്തനങ്ങളിലൂടെ ശാക്തീകരിക്കുകയാണ് സീഡ് ലക്ഷ്യമാക്കുന്നത്. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ച് കുട്ടികളിലും രക്ഷിതാക്കളിലും അവബോധമുണ്ടാക്കുക, രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുക, PSC, UPSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് ട്രെയിനിങ് നൽകുക, അതുവഴി നമ്മുടെ വിദ്യാർത്ഥികളെയും തൊഴിലന്വേഷിക്കുന്ന നമ്മുടെ യുവസമൂഹങ്ങളെയും ഉന്നത തൊഴിൽ മേഖലകളിലേക്ക് വളർത്തിയെടുക്കാൻ സഹായിക്കുക, തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുക, ഗൾഫ് മേഖലകളിലുള്ളവർക്കും പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്കും വിദൂര വിദ്യാഭ്യാസ മേഖല ഉപയോഗപ്പെടുത്തി ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ ഒട്ടനേകം പ്രവർത്തന മേഖലകൾ സീഡിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വർഷത്തെ രണ്ടാമത്തെ ഓൺലൈൻ പ്രോഗ്രാമായ മൈ കാരിയർ ജോബ് ഓറിയന്റഡ് വെബിനാർ സീരീസിലെ മറൈൻ സയൻസിനെ കുറിച്ചുള്ള സാധ്യതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് നടക്കുന്ന ഈ വെബിനാറിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് സീഡിന്റെ ഗ്ലോബൽ ചെയർമാനും US ബേസ്ഡ് കമ്പനിയായ ഹാലിബർട്ടൺ കമ്പനിയുടെ സീനിയർ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് മാനേജറും കൂടിയായ നമ്മുടെ പ്രിയങ്കരനായ അബ്ദുസ്സലാം ഓലയാട്ട് അവറുകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു MBA സ്കോളറാണ്. ഇസ്ലാമിക് ഇക്കോണമി എന്ന വിഷയത്തെ ആസ്പദമാക്കി രാജസ്ഥാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം, ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സർട്ടിഫൈഡ് ഗ്ലോബൽ ബിസിനസ് അനലിസ്റ്റ് ആണ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് ആണ്, ഒരുപാട് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തയാളാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉദ്ഘാടകനായി എത്തിയതിൽ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തെ ആദരപൂർവ്വം ഉദ്ഘാടന കർമ്മത്തിന് ഈ വെബിനാറിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതിൻ്റെ അണിയറ ശില്പികളൊക്കെ വളരെ ആവേശത്തോടു കൂടിയാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് സീഡ് മൈ കാരിയർ ജോബ് ഓറിയന്റഡ് വെബിനാർ സീരീസിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വെബിനാർ സീരീസ് സീഡ് സംഘടിപ്പിക്കുന്നത്. ഞാൻ പറയുക, ഇതൊരു വെബിനാർ സീരീസാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട സംഭാവനകൾ അർപ്പിക്കാൻ ഉതകുന്ന ഒരു വെബിനാറാണ് ഈ സീരീസിലൂടെ സീഡ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഇറ്റ് ഷുഡ് നോട്ട് ബി ദ ലാസ്റ്റ് വൺ, ഷുഡ് ബി എ ബിഗിനിങ് വൺ. ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ഇത് തുടർച്ചയായിട്ട് എന്താണോ നിങ്ങളുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. തീർച്ചയായും നമ്മുടെ നാട്ടില് വളർന്നു വരുന്ന നമ്മുടെ തലമുറ കുട്ടികൾക്ക് ഇതൊരുപാട് സഹായകരമാകും. ഇറ്റ് വുഡ് ബി എ ബിഗ് ബെനിഫിറ്റ് ടു അവർ യങ്ങർ ജനറേഷൻ. നമ്മളെ ഒരുപാട് കുട്ടികൾ ഒരുപാട് മേഖലകളിൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ആൻഡ് കരിയർ പ്രോസ്പെക്ട്സ്, ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് വളരെ അടുത്ത് നിന്നുണ്ട്, ക്ലോസ്ലി മോണിറ്ററിങ് ചെയ്യുന്ന ഒരു ജനറേഷനാണ് നമ്മുടെ ഈ തലമുറ എന്ന് പറയുന്നത്. അവർക്ക് പറയുന്ന മെഡിസിനും അക്കൗണ്ടിങ്ങും ലോവും എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന നമ്മുടെ സാധാരണ ഉള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ രംഗത്ത് നിന്ന് ഒരു കരിയർ രംഗത്ത് നിന്ന്
പുതിയ മേഖലകളെ വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ പുതിയ തലമുറ. IAS-ഉം IPS ഒക്കെ മാറി എഞ്ചിനീയറിംഗ് സൈഡിന്റെ പുതിയ മേഖലകൾ, പുതിയ സ്ഫിയേഴ്സ് ഉള്ള അന്വേഷണവും വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് നമ്മുടെ പുതിയ തലമുറ ഈ ഒരു എംപ്ലോയ്മെന്റ്, കരിയർ ഗൈഡൻസും എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ഒക്കെ നോക്കിക്കാണുന്നത്. They can find a broader knowledge. I mean, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സീഡ് ഇങ്ങനെ വെബിനാർ സീരീസ് ഉണ്ടാക്കുമ്പോൾ നടത്തുമ്പോൾ it would be beneficial to them. എങ്ങനെയാണ് ബെനിഫിഷ്യൽ എന്ന് പറയുന്നത്? They would find a broader knowledge of what majors and can go into and what educational paths can lead into those industries and what interested skills of yours can fit into those paths. എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളുടെയും താല്പര്യത്തിനനുസരിച്ചിട്ട് അവരുടെ ഇൻട്രസ്റ്റും ഈ നോളജ് കിട്ടുമ്പോൾ അവരെ ഇൻട്രസ്റ്റ് ഏത് മേജറിലാണ്, ഏത് ഇൻഡസ്ട്രീസിലാണ്, ഏത് കരിയർ ഗൈഡൻസ് ആണ് കൊണ്ടുപോകേണ്ടത് എന്ന ഒരു ഇൻസൈറ്റ്, ഒരു ബ്രോഡർ നോളജ് അവർക്ക് കിട്ടുന്നു എന്നതാണ് നമ്മുടെ പുതിയ തലമുറക്ക് വെബിനാർ സീരീസ് കൊണ്ട് സീഡ് കൂടി കിട്ടുക, അതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് അവർക്ക് കിട്ടുക. അതേസമയം നമ്മൾക്ക് ഈ കോവിഡ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചൊരു കൺസേൺസ് നമ്മുടെ പുതിയ തലമുറക്ക് ഉണ്ട്. പക്ഷെ ആ കൺസേൺസിനൊന്നും വലിയ പ്രാധാന്യമില്ല എന്നാണ് ഞാൻ പറയുക. നമുക്ക് 2008 എന്ന് പറയുമ്പോൾ വലിയ റെസിസ്റ്റൻ ഉണ്ടായ ഒരു വർഷമാണ്. പക്ഷേ ഞാൻ പറയാ, എവറി ഇയർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അവന്യൂസ് ഓപ്പൺസ് അപ്പ്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ന്യൂ ടെക്നോളജീസ് ആൻഡ് അഡ്വാൻസ്മെന്റ്, ന്യൂ ടൈപ്സ് ഓഫ് ജോബ്സ് വിൽ കം അപ്പ്. നമ്മൾ 2008 വലിയ റിസഷൻ, വേൾഡിൽ തന്നെ വലിയ റിസഷൻ ഉണ്ടായി. അതിനുശേഷമാണ് പുതിയ ഒരുപാട് ടെക്നോളജി ബേസ്ഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നതും പുതിയ യൂണിവേഴ്സിറ്റികൾ പുതിയ ഒരുപാട് എഡ്യൂക്കേഷണൽ രംഗത്ത് കോഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്തത്. 2010 നമുക്കറിയാം വാട്സപ്പ് എന്നൊരു സംവിധാനം വളരെ ബ്രോഡായിട്ട് വന്നത് സൊസൈറ്റിയിലേക്ക്. അതുപോലെ തന്നെ 2004 ഫേസ്ബുക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഫേസ്ബുക്ക് അതൊരു വലിയൊരു തലത്തിൽ കൊമേഴ്സ്യൽ വ്യാബിലിറ്റിയിലേക്ക് വന്നത് 2010 അതുപോലെ യൂബർ, ന്യൂ ഓൺലൈൻ ന്യൂ ആപ്സ്, അങ്ങനെ ഒരുപാട് ബ്രൈറ്റർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വന്നത് ഈ റിസഷന് ശേഷമാണ്. അപ്പോ ഇപ്പൊ നമ്മുടെ പുതിയൊരു മേഖല എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ ഡിജിറ്റലൈസേഷൻ വേൾഡ്, പിന്നെ റോബോട്ടിക് രംഗത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്, നമ്മുടെ ഈ മറൈൻ രംഗത്തേക്ക് വന്നാൽ സോണാർ ടെക്നോളജീസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇർഫാദ് പറയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തൊഴിൽ രംഗത്ത് ഉണ്ടാവുന്നുണ്ട്, ഓരോ വർഷവും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ കോവിഡ് നമുക്ക് ഒരുപാട് ഗ്ലിംസ് അല്ലെങ്കിൽ ഒരുപാട് കൺസേൺസ് അല്ലെങ്കിൽ ചാലഞ്ചസ് നമുക്കുണ്ടെങ്കിലും, പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ കോവിഡ് കാലവും വി വിൽ ഓവർകം. അങ്ങനെ ഓവർകം ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തിരിക്കുകയാണ്, ഒരുപാട് കോഴ്സസുകൾ നമ്മളെ കാത്തിരിക്കുകയാണ്, ഒരുപാട് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ ഗ്രോത്ത് രംഗത്ത് നമുക്ക് ഒരുപാട് ചാൻസുകൾ കാത്തിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഈ പങ്കെടുക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ നമ്മളെ അക്കാഡമിക്കൽ കോമ്പറ്റൻസി അല്ലെങ്കിൽ ടെക്നിക്കൽ കോമ്പറ്റൻസിന് അപ്പുറം നമ്മൾ കുറെ സോഫ്റ്റ് സ്കിൽസ് നമ്മുടെ ഇതുപോലുള്ള വെബിനാറുകൾ കൂടി നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ പ്രസന്റേഷൻ സ്കിൽസ് പോലുള്ള ഒരുപാട് സോഫ്റ്റ് സ്കിൽസുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സുകൾ ഉണ്ട്. പിന്നെ നമുക്ക് ഔട്ട്സൈഡിൽ ഇപ്പൊ നെറ്റ്വർക്കിംഗ്, വളണ്ടിയറിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ നമുക്ക് ഒരു അക്കാഡമിക്കൽ രംഗത്ത് നിന്ന് ടെക്നിക്കൽ കോമ്പറ്റൻസിയുടെ രംഗത്ത് നിന്ന് മാറി ഒരുപാട് എക്സ്റ്റേണൽ കോമ്പറ്റൻസി, എക്സ്റ്റേണൽ സ്കിൽസ് നമുക്ക് നമ്മുടെ ഈ വെബിനാർ കൂടി നമ്മുടെ ഡിസ്കഷൻസ് കൂടി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ നെറ്റ്വർക്ക്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ പോലുള്ള സംഗതികൾക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ ഗ്രോത്ത് ഒരുപാട് പുതിയ സ്പേസിലേക്ക്, മേഖലകളിലേക്ക് അത് വളരുകയാണ്. അതോടുകൂടി നമുക്ക് ഒരുപാട് കരിയർ പ്രോസ്പെക്ട്സ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും.
ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഇറ്റ്സ് എ ബ്രോഡർ റവന്യൂ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ഒരുപാട് ബ്രൈറ്റർ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെയും കാത്തുകൊണ്ട് ലോകം നമ്മുടെ ഈ ചാലഞ്ചസ് നോക്കേണ്ടതില്ല. വി വിൽ ഓവർകം ദിസ് പീരീഡ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് സീഡ് നടത്തുന്ന ഈ ഒരു വെബിനാർ സീരീസ് എന്ന് പറയുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ നമ്മുടെ സീഡിന്റെ ഭാരവാഹികളെ, സീഡിന്റെ ഇതിന്റെ അണിയറ ശില്പികളെ എല്ലാ തലത്തിലും അഭിനന്ദിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഈ വെബിനാർ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുവാൻ എല്ലാ കുട്ടികളോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. ജഗന്യന്താവ് നമ്മുടെ ഈ ശ്രമം വിജയിപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാവുകൾ നേർന്നുകൊണ്ട് നമ്മളെ ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്ന പടച്ചു തമ്പുരാന്റെ നാമത്തിൽ ഈ വെബിനാർ സീരീസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു വെരി മച്ച് അബ്ദുൽ സലാം സാഹിബ്. ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ അവസാനിച്ചത്. ഈ പ്രോഗ്രാം സീഡിൻ്റെ ഓൺലൈൻ വെബിനാർ സീരീസിൻ്റെ ഭാഗമായി നടത്തുന്ന രണ്ടാമത്തെ പ്രോഗ്രാമാണ്. വിവിധ മേഖലകളിൽ തൊഴിൽ നേടി ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്നവരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വെബിനാർ സീരീസാണിത്. കൂടുതൽ മേഖലകളിൽ നിന്നുള്ളവരെ അടുത്ത് തന്നെ ഈ വെബിനാർ സീരീസിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ ടോക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടുകാരനും സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയായ എക്സിക്യൂട്ടീവ് ഷിപ്പ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ മെർച്ചന്റ് നേവി ഓഫീസറായി വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് ഇർഫാദ് KV ആണ്. ഇർഫാദ് ഇപ്പോൾ ജോലിയുടെ ഭാഗമായി ജപ്പാനിലാണുള്ളത്. അടുത്ത 45 മിനിറ്റ് ജപ്പാനിൽ നിന്നും ഇർഫാദ് നമ്മളോട് സംവദിക്കുന്നതാണ്. ഇർഫാദിനെ മറൈൻ സയൻസിന്റെ സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് അടുത്ത 45 മിനിറ്റിലേക്ക് സംസാരിക്കാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ എന്നെക്കുറിച്ച് ചെറിയ ഇൻട്രൊഡക്ഷൻ സെയിൽ സാർ തന്നിട്ടുണ്ട്. എൻ്റെ വീടും ബദർവള്ളി അടുത്ത് തന്നെയാണ്. ഉദ്ഘാടകൻ സലാം സാർ പറഞ്ഞതുപോലെ തന്നെ സീഡിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭാരവാഹികൾ വളരെ കർക്കശമായും നല്ല തീരുമാനങ്ങളെടുത്തും ഇതുവരെ പ്രവർത്തിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മർച്ചന്റ് നേവി എന്ന ഫീൽഡിനെ കുറിച്ച് അതിൻ്റെ സാധ്യതകളെ കുറിച്ചും പറയാൻ വേണ്ടിയാണ് ഇന്ന് തന്നെ ഇവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ജോയിനിങ്ങിന്റെ ഭാഗമായി വേറെ സ്ഥലത്താണ്, ജപ്പാനിലുള്ളത്. അതായത് ഇന്ന് രാത്രി എനിക്ക് എൻ്റെ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ചുരുങ്ങിയ സമയത്ത് എനിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് 10th +2 കഴിഞ്ഞവർക്കുള്ള ഈ മർച്ചന്റ് നേവിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കോളേജസ്, മർച്ചന്റ് നേവിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോഴ്സസ്, മർച്ചന്റ് നേവിയിലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെ സാധ്യതകളും അതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കാം. ഓക്കെ, അപ്പോൾ മർച്ചന്റ് നേവി എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ കാർഗോ ഷിപ്സുമായി ബന്ധപ്പെട്ട ചില കോഴ്സുകളാണ് ഇതിൽ കാണുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇതിൽ 10th പാസ്സായ 12th പാസ്സായ കുട്ടികളും ഉണ്ടാവും, അവരുടെ രക്ഷിതാക്കളും ഉണ്ടാവും. അപ്പോൾ മർച്ചന്റ് നേവി കോഴ്സ് പഠിക്കാൻ വേണ്ടി ബേസിക് റിക്വയർമെന്റ് വരുന്നത് +2 സയൻസ് ആണ്. +2 സയൻസ് എടുത്തത് കൊണ്ട് മാത്രമായില്ല, +2 സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ മൂന്നിലും കൂടി ടോട്ടൽ 60% മാർക്ക് സ്കോർ ചെയ്യണം. അതാണ് ഇതിൻ്റെ റിക്വയർമെന്റ്, ഫസ്റ്റ് റിക്വയർമെന്റ്. ഓക്കെ, ഇത്
ഈ സ്ലൈഡ് കാണിക്കുന്നത് ഞാൻ പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതുപോലത്തെ ഒരു 5 to 6 ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലുണ്ട്. അവിടെ 100% പ്ലേസ്മെന്റ് കാര്യങ്ങളും തരുന്നുണ്ട്. നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം പഠിക്കാനും അതുപോലെ തന്നെ സ്പോർട്സും സ്വിമ്മിങ്ങും എല്ലാ കാര്യങ്ങളും ആ ഷിപ്പിൽ, ആ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ഒരു ഷിപ്പ് പോലും ബിൽഡ് ചെയ്തിട്ടുണ്ട് ഫോർ ബെറ്റർ ട്രെയിനിങ്. ഈ സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാരിടൈം സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു പൂനെയിലുള്ള കോളേജാണ്. ഇവിടെ അവർ ബേസിക്കായി നടത്തുന്നത് ഒന്ന് ഷിപ്പിലെ ക്യാപ്റ്റനാകാൻ വേണ്ടിയുള്ള കോഴ്സ്, BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറയും. കോഴ്സുമായി ബന്ധപ്പെട്ട് ഞാൻ പിന്നെ പറയാം. രണ്ടാമത്തത് ആ ഷിപ്പ് കണ്ടില്ലേ, അതിൻ്റെ അകത്തൊരു ഷിപ്പിന്റെ മെയിൻ എഞ്ചിൻ ഉണ്ട്. അവിടെ അവർ ഒരു മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് നടത്തുന്നുണ്ട്, ഫുൾ പ്രാക്ടിക്കൽ സെഷൻ അടക്കം. ആ ഷിപ്പ് അവിടെ ഉണ്ടാക്കിയ ഷിപ്പാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ട്രെയിനിങ് അവിടെ കിട്ടും. അതുകൂടാതെ അവിടെ തന്നെ വേറെ ഇലക്ട്രിക്കൽ ഓഫീസേഴ്സിന് വേണ്ടി ട്രെയിനിങ്ങും നടത്തുന്നുണ്ട്. ഈ 3 മെയിൻ കോഴ്സാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. വളരെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ജോബ് ഗ്യാരണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 100% പ്ലേസ്മെന്റ് ഉണ്ടാവും ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാൽ. ഇവിടെ പഠിക്കേണ്ട റിക്വയർമെന്റ് ഒക്കെ ഞാൻ നെക്സ്റ്റ് സ്ലൈഡ് വരും പറഞ്ഞുതരാം. ഈ കാണിക്കുന്ന സ്ലൈഡൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഗമായി ബന്ധപ്പെട്ട ചില ട്രെയിനിങ് സെഷൻസ് ഒക്കെയാണ്. അതുകൂടാതെ അവിടെ മോർണിംഗ് പരേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ബേസിക്കലി മറൈൻ കോഴ്സിന് വേണ്ടി അവർ നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് ജിമ്മിൽ പോയിട്ട് ഉണ്ടാക്കേണ്ട ബോഡി എന്നല്ല, ഒരു ഹെൽത്തി ബോഡി അതാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നല്ലൊരു ബോഡി അവർ നമ്മളെ കോളേജിൽ ചേരുമ്പോൾ തന്നെ 1 year ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡിങ് ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. മോർണിംഗ് 6 o'clock വേക്കപ്പ്, കുറച്ച് നമ്മൾ ഹെൽത്തി എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മോർണിംഗ് 5:30 to 6, 5:30 to 7 ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളുടെ ബോഡി നല്ല ഹെൽത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു ബെനിഫിറ്റ് ആണ് ഈ കോഴ്സിന്. നമ്മൾ ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫിസിക്കലും ഒരു ഫിറ്റായി തോന്നും. 1 year കോഴ്സാണ് ഈ ഇവിടെ ചെയ്യുന്നത് നമ്മൾ. ഇതും ഒരു ജസ്റ്റ് പരേഡ് ട്രെയിനിങ് ആണ്. അവിടെ August 15th റിപ്പബ്ലിക് ഡേയ്സ് ഒക്കെ അവിടെ ചെറിയ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇന്ത്യൻ മർച്ചന്റ് നേവി ഓഫീസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സ് ആയതുകൊണ്ടും നമ്മൾ ഷിപ്പിംഗ് ഫീൽഡിന് അവരൊരു സെക്കൻഡറി മിലിറ്ററി അസിസ്റ്റന്റ് ആയി ഇൻ കേസ് ഇനി വാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ നേവി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചില സൗകര്യങ്ങൾ ഷിപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതും കൂടി അവർ കുറച്ചും കൂടി നമ്മളെ ട്രെയിൻ ചെയ്യുന്നുണ്ട് ആ കാര്യത്തിലും. ഇഫ് എനി സെക്യൂരിറ്റി ഇഷ്യൂസ് നമുക്ക് ഇന്ത്യൻ നേവി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൂടി തന്നിരിക്കുന്നുണ്ട് ഫോർ നാവിഗേഷൻ ആൻഡ് ഓൾ. ഓക്കെ, ഇതാണ് നമ്മൾ മെയിൻ സ്ലൈഡായി വരുന്നത്. അതായത് നമ്മൾ മർച്ചന്റ് നേവി എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒന്നാമത്തേത് ഡെക്ക് ആൻഡ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡെക്ക് ആൻഡ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ട്രെയിനി ആയിട്ടാണ് അവൾ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ 3rd ഓഫീസറായി, 2nd ഓഫീസറായി, ചീഫ് ഓഫീസറായി, ദെൻ ക്യാപ്റ്റൻ ആവുന്നതാണ്. ഇപ്പൊ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് 2nd ഓഫീസറായിട്ടാണ്. എൻ്റെ ഡിപ്പാർട്ട്മെന്റാണ് ഈ നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഈ നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് റിക്വയർമെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 60% മാർക്ക് ഉണ്ടായിരിക്കണം. സെക്കൻഡ് +2 or 10th ഇംഗ്ലീഷിൽ 50% മാർക്ക് സ്കോർ ചെയ്യണം. പിന്നെ ഒരു മെഡിക്കൽ കൂടിയുണ്ട്. ഈ നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ബേസിക്കലി കപ്പൽ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും നമുക്ക് നമ്മളെ ഐസൈറ്റ്, കണ്ണ് നിർബന്ധമാണ്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. ആ മെഡിക്കൽ ടെസ്റ്റിൽ മെയിൻലി അവർ നമ്മളെ കണ്ണും ചെവിയും, കണ്ണിന്റെയും ചെവിന്റെയും എഫിഷ്യൻസിയാണ് മെയിൻ ടെസ്റ്റ് ചെയ്യുക. കണ്ണിന് 6/6 എന്നാണ് പറയുക, അതായത് ഫുൾ വിഷൻ വിത്തൗട്ട് ഗ്ലാസ്, സ്പെക്സ് ഉപയോഗിക്കാണ്ട് നമുക്ക് അവർ കാണിക്കുന്ന മൊത്തം വായിക്കാൻ പറ്റണം. പിന്നെ ഒരു കളർ ബ്ലൈൻഡേഴ്സ് ടെസ്റ്റും കൂടിയുണ്ട്. കളർ ബ്ലൈൻഡേഴ്സ് ഒരു കളറിന്റെ അകത്ത് വേറെ കളറിൽ ലെറ്റർ ഒക്കെ എഴുതി നമ്മൾ വായിപ്പിക്കും. ഇതെന്ന് വെച്ചാൽ ഈ നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഡ്യൂട്ടി കപ്പലോടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമുക്ക് കടലിൽ കാണുന്ന പല ലൈറ്റുകളും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. കണ്ണിന്റെ കാഴ്ചയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തേത് ചെവി ടെസ്റ്റ് ചെയ്യുന്നത് കാരണം ഈ കടൽ ചില സമയത്ത് ഫുൾ ഫോഗ്, അതായത് ഫുൾ മഞ്ഞൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എതിരെ വരുന്ന കപ്പലും കാര്യങ്ങളൊക്കെ
നമുക്ക് സൗണ്ടാണ് തരിക. ആ സൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കേൾവി ശക്തി നമുക്ക് ചെവിക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ ഇയർ ടെസ്റ്റും കൂടി ഉണ്ടാവും. ഈ 2 ടെസ്റ്റും പാസ്സായാൽ മാത്രമാണ് നമുക്ക് കോഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഏജ് ലൈക്ക് 3rd ഓഫീസർ 2nd ഓഫീസർ ആകുമ്പോൾ കുറച്ച് കണ്ണിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. ബട്ട് സ്റ്റാർട്ടിങ് ആസ് എ ട്രെയിനി നാവിഗേഷൻ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ വിഷൻ ആൻഡ് ഫുൾ പവർ, ചെവിക്ക് ഫുൾ പവർ വേണം. ഈ 2 മെയിൻ ടെസ്റ്റ് ആണ്. ബാക്കി നോർമലി ECG കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും. അതൊന്നും വലിയ കുഴപ്പമില്ല. അതൊക്കെ എല്ലാ ബ്ലഡ് ടെസ്റ്റും ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കും. അത് കുഴപ്പമില്ല. ഓക്കെ, ഈ ഫീൽഡാണ് ഇപ്പൊ ഞാനിപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ചീഫ് ഓഫീസർ ആകാൻ വേണ്ടിയിട്ടുള്ള എക്സാമിന് പ്രിപ്പറേഷൻ നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നതുകൊണ്ട് തൽക്കാലം എക്സാം ഇപ്പോൾ നടക്കാത്തത് കൊണ്ടും ഞാൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇൻഷാല്ല നെക്സ്റ്റ് ടൈം വന്നിട്ട് എൻ്റെ അടുത്ത റാങ്കിലേക്ക് ഞാൻ എക്സാം കൊടുത്തിട്ട് എൻ്റെ അൾട്ടിമേറ്റ് എയിം ഇതിലും ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സെക്കൻഡ് ആണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രൂപ്പിലായിരുന്നു ഫാമിലി മെമ്പർ മറൈൻ എഞ്ചിനീയർ ആണെന്ന്. ഓക്കെ, മറൈൻ എഞ്ചിനീയർ പഠിക്കാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, +2 കഴിഞ്ഞിട്ട് നേരെ BTech പഠിക്കാം, BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ആ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് 50% മാർക്ക് ഉണ്ടെങ്കിൽ ഒരു 6 മാസത്തെ GME കോഴ്സ്, ഗ്രാജുവേഷൻ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയും. ആ കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഷിപ്പിലേക്ക് ട്രെയിനി എഞ്ചിൻ കേഡറ്റായിട്ട് പോകാം. പിന്നെ അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്ത് വന്നിട്ട് വീണ്ടും ഒരു എക്സാം ഒക്കെ പാസ്സായിട്ടാണ് നമ്മൾ 4th, 3rd, 2nd ആൻഡ് ചീഫ് എഞ്ചിനീയർ. ഷിപ്പിലെ ഏറ്റവും വലിയ പോസ്റ്റാണ് എഞ്ചിൻ സൈഡിലെ ചീഫ് എഞ്ചിനീയർ. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് മറൈൻ എഞ്ചിനീയറിംഗ്. മറൈൻ എഞ്ചിനീയറിംഗിൽ ഐസൈറ്റ് ഫുൾ റിക്വയർമെന്റ് ഇല്ല. നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. സ്പെക്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഐ ടെസ്റ്റ് ഒക്കെ പാസ്സാവാം. കാരണം അവിടെ കണ്ണിന് അത്ര ആവശ്യം വരുന്നില്ല, നോട്ട് ലൈക്ക് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പം മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ, ചില കോളേജുകൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് നടത്തുന്നുണ്ട്. അത് 4 ഇയർ നമ്മൾ മറൈൻ എഞ്ചിനീയറിംഗ് മാത്രം പഠിക്കണം. അത് IMU ചെന്നൈയിലുണ്ട്, പിന്നെ ബോംബെയിലുണ്ട്. 2-3 കോളേജിന്റെ പേര് ഞാൻ പിന്നെ സ്ലൈഡിൽ കാണിക്കാം. അവിടെയൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ മറൈൻ എഞ്ചിനീയറിംഗ് 4 കൊല്ലം പഠിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ BTech പഠിച്ചിട്ട് 6 മാസം കഴിഞ്ഞ് 6 മാസത്തെ കോഴ്സ് എക്സ്ട്രാ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പൊ നിങ്ങൾക്ക് BTech മെക്കാനിക്കൽ സർട്ടിഫിക്കറ്റുമായി ഷിപ്പിലേക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷനുമായി. മറ്റേത് പഠിച്ചാൽ നിങ്ങൾ ഓൺലി മറൈൻ എഞ്ചിനീയർ ആയിട്ട് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഷോറിൽ ജോബിന് ഓപ്ഷൻ കുറവായിരിക്കും. പിന്നെ ഈ എഞ്ചിനീയറിംഗ് പഠിച്ചത് കൊണ്ട് നമുക്ക് ഷിപ്പിലെ മാത്രമല്ല, കുറച്ച് എക്സ്പീരിയൻസ് ആയാൽ നമുക്ക് ഷോർ സൈഡിലേക്ക് ജോബ് മാറാവുന്നതാണ്. അതായത് ഡ്രൈ ഡോക്കിംഗ്, ഷിപ്പുമായി ബന്ധപ്പെട്ട ഷോറിൽ കുറെ ജോബ്സ് ഉണ്ട്. ഷിപ്പ് റിപ്പയർ യാർഡ്, അവിടെയൊക്കെ എഞ്ചിനീയേഴ്സിന് നല്ല ഡിമാൻഡാണ്. അതിനൊക്കെ ആദ്യം നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ സീക്വൻസ് വൈസ് പോകുന്നത്. ഒരു 2nd എഞ്ചിനീയർ ഒക്കെ ആയാൽ നമുക്ക് ഷോറിലേക്കുള്ള ചാൻസ് ട്രൈ ചെയ്യുന്നതാണ്. നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് ഓഫീസറും ക്യാപ്റ്റനും ആയാലും നമുക്ക് ഷോറിലേക്കുള്ള ചാൻസ് നോക്കാം. ഷിപ്പിംഗ് കമ്പനിയിലൊക്കെ സൂപ്രണ്ടായിട്ടിരിക്കാം. ഷിപ്പിംഗ് കമ്പനിയിൽ ഷിപ്പുമായി ബന്ധപ്പെട്ട കരയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ, പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റ് ക്യാപ്റ്റന്മാർക്ക് ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷിപ്പിലെ ടെക്നിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ എഞ്ചിൻ സൈഡിലെ ഓഫീസർമാർ കുറച്ച് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ അവർക്ക് ഷോറിലേക്ക് മാറാവുന്നതാണ്. മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് അത് ഷിപ്പിലെ ക്രൂവായി ബന്ധപ്പെട്ടാണ്. അതായത് ഷിപ്പിലെ നോർമൽ വർക്കേഴ്സ്. അവർക്ക് ബേസിക്കലി +2 ആവശ്യമില്ല, 10th മതി. 10th ക്ലാസ് കഴിഞ്ഞിട്ട് സെലൂൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. സെലൂൺ ഡിപ്പാർട്ട്മെന്റ് കൂടാതെ വേറെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. സെലൂണിൽ വെച്ചാൽ അവർ ജസ്റ്റ് ഷിപ്പിലെ കുക്കിംഗ് കാര്യങ്ങൾ ബന്ധപ്പെട്ടാണ്. അതിലേക്ക് അങ്ങനെ നമ്മൾ മലയാളികളൊക്കെ ഉണ്ടാവാറുണ്ട്, കുറവാണ്. എന്നാലും മെയിൻലി വരുന്നത് ഈ ബോംബെ, ഗുജറാത്ത് ടീംസ് ഒക്കെയാണ് ഈ മെയിൻലി കുക്കിംഗ് കാര്യങ്ങൾക്കായിട്ട് വരുന്നത്. അവർക്ക് 10th പാസ് മാത്രം മതി. പിന്നെ 6 മാസത്തെ GP റേറ്റിംഗ് ആയിട്ട് കോഴ്സ് ഉണ്ട്, അത് പഠിക്കണം. പിന്നെ അതുകൂടാതെ 2-3 എക്സ്ട്രാ ഒരു 2 വീക്സ് 3 വീക്സ് കോഴ്സ് ഉണ്ട്, STCW എന്ന് പറയും. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു CDC ഒക്കെ എടുത്തിട്ട് നമുക്ക് ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. എൻ്റെ അറിവിൽ അത്താക്കുന്ന ഭാഗത്തൊക്കെ 2-3 ആൾക്കാർ പഠിച്ചിട്ട് ഇതിൽ ജോബ് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഒരാൾക്ക് റീസെന്റ് ദുബായിൽ എന്തോ ജോബ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. പുള്ളി പഠിച്ചത്
ചീഫ് കുക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ്, മെസ്മാൻ കോഴ്സ് അടക്കം. അതൊരു 6 മാസത്തെ കോഴ്സാണ്. ടെക്നിക്കലി അധികം പഠിക്കാനൊന്നുമില്ല. ഓക്കെ. പിന്നെ വേറൊരു നമ്മൾ ഈ ഡെക്ക് സൈഡിലൊക്കെ മെയിൻ്റനൻസ് വേണ്ടിയിട്ടും ഈ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്ക് വേറൊരു എക്സ്ട്രാ കോഴ്സ് ഉണ്ട്. അതും 6 മാസത്തെ കോഴ്സ് മാത്രമാണ്. GP റേറ്റിംഗ് എന്നാ പറയുക ആ കോഴ്സിന്. അവർ മെയിൻലി ഷിപ്പിലെ മെയിൻ്റനൻസ്, പെയിന്റിങ്, റോപ്പ് വർക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ ബന്ധപ്പെട്ട് അവർ ഷിപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളെ നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എക്സാംസ് ഒക്കെ കുറച്ചും കൂടി ഹൈ ലെവലാണ്. ഒരു എവറേജ് എബോവ് എവറേജ് സ്റ്റുഡൻസിനാണ് കുറച്ചും കൂടി ബെറ്റർ. പഠിക്കാം, നല്ല എഫേർട്ട് എടുക്കണം. നമ്മൾ ഈ +2 10th പോലെയല്ല, കുറച്ചും കൂടി എക്സാമിന്റെ വിജയ ശതമാനവും മാർക്കും അവിടെയൊക്കെ കുറച്ച് ഹൈ ലെവലാണ്. 200-ൽ 140 മാർക്ക് 140 മാർക്കൊക്കെയാണ് പാസിംഗ് മാർക്ക് വരുന്നത് ചില സബ്ജക്റ്റിൽ. അതായത് 70% പാസിംഗ് മാർക്കാണ്. അപ്പം കുറച്ചും കൂടി നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കണം. നമ്മളെ ഇവിടെ ഇപ്പം നമ്മൾ 50% ഒക്കെയാണ് നമ്മളെ സിലബസിൽ പാസിംഗ് മാർക്ക്. മറൈൻ ഫീൽഡിൽ ചില എക്സാംസിന്, എല്ലാ എക്സാമും ഇല്ല, ചില എക്സാമിന് പാസിംഗ് മാർക്ക് ഉണ്ട്. അപ്പം അതും കൂടി നമ്മൾ ഈ പ്രൊഫഷണൽ വരുമ്പോൾ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. എല്ലാവർക്കും ഇഷ്ടമാണ് ഹാർഡ് വർക്ക് ചെയ്യാനും. പിന്നെ അതൊരു നല്ലൊരു രസമാണ് പഠിക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ പഠിച്ചാൽ നമ്മൾ പഠിക്കുന്ന ബന്ധപ്പെട്ട പണി കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മളിപ്പം പഠിച്ച കോഴ്സ് തന്നെ പണിയെടുക്കാൻ കഴിയുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ചെയ്തു, അതിനു വേണ്ടി പഠിച്ചു, എക്സാം പാസ്സായി, ആ ഫീൽഡ് ജോബ് കിട്ടുമ്പോൾ അതിന് വളരെ സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇതാണ് ഈ കോഴ്സ്, ഷിപ്പിലേക്കുള്ള കോഴ്സ് സ്ട്രക്ചർ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കാര്യങ്ങളും. ഓക്കെ. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഒന്നും കൂടി ഗ്രാഫിക്കലായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഡെക്ക് ഓഫീസർ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷിപ്പിൽ ഡെക്ക് ഓഫീസറായിട്ട് പോകുന്ന നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു എക്സിക്യൂട്ടീവ് ജോബാണ്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ മെയിൻലി റൂട്ട് പ്ലാനിങ്, റൂട്ട് ഉണ്ടാക്കൽ, കപ്പൽ ഓടിക്കൽ, പിന്നെ കാർഗോ ഓപ്പറേഷൻ, 4 കാര്യങ്ങളാണ്. അപ്പം കുറച്ചും കൂടി നമുക്ക് ഹാർഡ് വർക്ക് കുറവാണ്, പക്ഷെ മെന്റലി കുറച്ച് സ്ട്രെസ് ഉണ്ടാവും. എന്നാലും നമുക്ക് മെയിൻലി ഒരു പോർട്ട് ചെയ്യുന്ന പോർട്ട് ബിയിലേക്ക് ഷിപ്പിനെ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ പഠിക്കുന്ന കോഴ്സ് ഇതാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ഡെക്ക് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ അങ്ങനെങ്കിലും ആരെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ സെയിൽസ് സാറ് കയ്യിലുണ്ട്, പുള്ളിയുടെ വായിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇതുമായിട്ട് കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സും ഇതൊക്കെ തന്നെയാണ്. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. BSc നോട്ടിക്കൽ സയൻസ്, അതായത് ഡയറക്റ്റ്ലി 3 വർഷം നമ്മൾ കോളേജിൽ ഇരുന്ന് ഡിഗ്രി പഠിച്ചിട്ട് പോകുന്നത്. അത് ഇപ്പം ആ കോഴ്സ് നിലവിൽ വളരെ കുറവാണ്. 2ാമത്തെ കോഴ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്ന് പറയും. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസിൽ ഇതാണ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സിന്റെ സ്ട്രക്ചർ. ഇത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഡിഗ്രിയാണ് കിട്ടുക. പക്ഷെ ഇത് നോർമൽ ഡിഗ്രി പോലെ 3 ഇയർ കോളേജിലല്ല പഠിക്കേണ്ടത്. ഇതിൽ 6 സെമസ്റ്റർ ഉണ്ട്. ഈ പഠിക്കാനുള്ള റിക്വയർമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PCM 60%, ആ റിക്വയർമെന്റ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 4 to 5 years എങ്കിലും എടുക്കും. അതായത് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് 4 year ആയിരുന്നു. ബിക്കോസ് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഷിപ്പിലേക്ക് ട്രെയിനൊക്കെ ആയിട്ട് പോകേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോൾ സമയം പിടിക്കും. ഇപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് സെമസ്റ്റർ 1 ആൻഡ് സെമസ്റ്റർ 2. അതായത് ഫസ്റ്റ് 2 സെമസ്റ്റർ നമ്മൾ ഒരു കോളേജിലാണ് പഠിക്കേണ്ടത്. ഇന്ത്യയിലെ DG ഷിപ്പിംഗ്, DG അപ്രൂവ് ചെയ്ത കോളേജിലാണ് ഈ കോഴ്സ് നടക്കുന്നത്. അവിടെ സെമസ്റ്റർ 1 സെമസ്റ്റർ 2 പഠിച്ചാൽ അവിടെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഷിപ്പിൽ പോകണം. ഈ പഠിക്കുന്ന കോളേജിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് ഒരു കമ്പനിയായിട്ട് അവർ സ്പോൺസർ ചെയ്യും. അപ്പൊ ആ കമ്പനി നിങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് തരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ് പഠിക്കാൻ പറ്റൂ. അത് എല്ലാവരും നോട്ട് ചെയ്യണം. സ്പോൺസർ കിട്ടിയിട്ട് മാത്രമേ ഈ കോഴ്സ് പഠിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ സെമസ്റ്റർ 3, 4, 5 സ്റ്റക്കായി പോകും. സെമസ്റ്റർ 1 സെമസ്റ്റർ 2 പഠിക്കുന്നതിന് മുമ്പ് കോളേജിൽ ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാമിൽ നിങ്ങളെ ഒരു കമ്പനി സ്പോൺസർ ചെയ്യും. ആ കമ്പനി നിങ്ങളോട് നിങ്ങളുടെ സെമസ്റ്റർ 3, 4, 5 കംപ്ലീറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ആയിട്ടുള്ള ഷിപ്പ് അവിടെ തരുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പ് കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുണ്ടാവും. കുറെ ഫ്രോഡ് ഏജൻസ് ഒക്കെ ഉണ്ട് മാർക്കറ്റിൽ. അവർ പൈസ ഒക്കെ വാങ്ങിച്ച് ആളെ പറ്റിക്കുന്ന അങ്ങനത്തെ കുറച്ച് സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ സ്പോൺസർഡ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ സ്ലൈഡ് ലാസ്റ്റ് ഞാൻ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പേര് കാണിക്കാം. അവരൊക്കെ ഫിക്സ് ഷിപ്പുള്ള ടീംസ് ആണ്. അതായത് ചില കോളേജുകൾ
ചില കമ്പനികൾ അവരുടെ കോളേജ് ഉണ്ട്, അങ്ങനത്തെ കോളേജിന്റെ പേര് ഞാൻ കാണിച്ചു തരാം. അവിടെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ സെക്യൂർഡ് ആയിരിക്കും. അല്ലാത്ത പക്ഷം പുറമേ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് ഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം കുറവായിരിക്കും, ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അതൊന്ന് ഓർമ്മിക്കുക. അതായത് സെമസ്റ്റർ 1 സെമസ്റ്റർ 2 നമ്മൾ പഠിക്കുന്നത് ബേസിക്കലി ജസ്റ്റ് ബേസിക് തിങ്സ്, ഷിപ്പിലേക്ക് പോകേണ്ട ബേസിക് തിങ്സ് മാത്രമാണ്. സെമസ്റ്റർ 3, 4, 5 നമ്മൾ 18 മാസം ഓൺ ബോർഡ് ഷിപ്പ് അറ്റ് സി, അതായത് 18 മാസം നമ്മൾ ഷിപ്പിലായിരിക്കും. അതിപ്പോൾ ചിലപ്പം 9 മാസം 2 കോൺട്രാക്ട് ആയിരിക്കും, അല്ലെങ്കിൽ 6 വെച്ചിട്ട് 3 കോൺട്രാക്ട് ആയിരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനി, ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നത്. ആ ഷിപ്പിൽ നിങ്ങൾ ട്രെയിനിങ് ആയിട്ട് പോകുമ്പോൾ അവിടെ ഉള്ള ആൾക്കാരെ മെന്റാലിറ്റി പോലെ ആയിരിക്കും നിങ്ങളുടെ ആ ഷിപ്പിലെ ലൈഫ്. അതായത് ചിലപ്പോൾ നല്ല ക്യാപ്റ്റൻ ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് ഹാർഡുള്ള ക്യാപ്റ്റൻ ആയിരിക്കാം. അപ്പം അത് നമുക്ക് ഇവിടുന്ന് എങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനൊക്കെ 18 മാസം 2 ഷിപ്പായിട്ട് 9 മാസം അടിച്ചിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടാണ് എക്സാം കൊടുത്തത്. അപ്പം നമ്മൾ ഷിപ്പിൽ എത്തി 12 മാസം പഠിച്ചു. അവിടെ എക്സാം ഒക്കെ സിമ്പിൾ ആണ്. സെമസ്റ്റർ 1 to സെമസ്റ്റർ 2 എക്സാം ഒക്കെ സിമ്പിൾ ആണ്. ബേസിക്കലി ഒരു ആവറേജ് സ്റ്റുഡന്റ് ഒക്കെ സുഖമായിട്ട് പാസ്സാവാം. സെമസ്റ്റർ 3, 4, 5 എക്സാംസ് ഒന്നും ഇല്ല. നമ്മൾ ഷിപ്പിൽ ഇരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കണം. അവർ കുറച്ച് ടാസ്ക് തരും. പോകുന്നതിന് ഒരു ബുക്കൊക്കെ തരും. ആ ബുക്കിലുള്ള കാര്യങ്ങൾ നമ്മൾ ഷിപ്പിൽ നിന്ന് നോക്കി പഠിച്ച് അതിൽ ടാസ്ക് കംപ്ലീറ്റ് ആക്കി ഇന്ന ഡേറ്റിൽ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ അവർക്ക് നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ആണെന്ന് അവർ കമ്പനി അറിയിക്കണം. അത്രേ ഉള്ളൂ. അതിൽ എക്സാമും കാര്യങ്ങളൊന്നുമില്ല. ഈ 18 മാസം നമ്മൾ ഷിപ്പിലെ പ്രാക്ടിക്കൽ ട്രെയിനിങ്, എല്ലാ കാര്യങ്ങളും, കപ്പൽ ഓടിക്കാനും പഠിക്കും, കാർഗോവും പഠിക്കും, ഷിപ്പിലെ ജീവിതവും പഠിക്കും, ഷിപ്പിൽ പോയുള്ള എഫക്റ്റും എല്ലാം പഠിക്കും. ഇതിൽ ബേസിക്കലി എല്ലാ കാര്യങ്ങളും നമ്മൾ 18 മാസം കൊണ്ട് നമ്മൾ ടഫായിട്ട് നമ്മളൊരു ടഫ് ലൈഫായിരിക്കും. എന്നാലും ട്രെയിനിങ് എല്ലാ സ്ഥലത്തും കുറച്ച് ടഫ് തന്നെ ആയിരിക്കും. നമ്മൾ നല്ലതിന് വേണ്ടി സീനിയേഴ്സ് തരുന്നതാണ്. അതിൽ ഒന്നും ദുഃഖിക്കാനോ സങ്കടപ്പെടാനൊന്നും ഇല്ല. വിജയത്തിലേക്കുള്ള പാത ദുർഘടമാന്ന് പറഞ്ഞ പോലെ കുറച്ച് ടഫ് ലൈഫൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് സെറ്റിലായി പഠിച്ചാൽ നമുക്ക് ഷിപ്പിന്ന് 18 മാസം കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. 18 മാസം കംപ്ലീറ്റ് ആയെന്നുള്ള ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഇന്ത്യയിലെ കൊച്ചിയിലൊരു എക്സാം സെന്റർ ഉണ്ട്. കൊച്ചിയിലുണ്ട്, ചെന്നൈ ഉണ്ട്, മുംബൈ ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, ഡൽഹി ഉണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പം കൊച്ചി തന്നെയാണ്. കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡ് ഒരു ഐലൻഡ് ഉണ്ട്. മറൈൻ ഡ്രൈവ് എന്ന ബോട്ടിൽ പോവാം. അവിടെയാണ് ഇവിടെ എക്സാം സെന്റർ ഒക്കെ ഉള്ളത്. നമ്മൾ ഷിപ്പിലെ ട്രെയിനിങ് കഴിഞ്ഞ് സെമസ്റ്റർ 1 to എക്സാം പാസ്സായാൽ നമുക്ക് ഈ MMD പോയിട്ട്, ഈ MMD എന്ന് പറയാം, മർക്കൻഡൈൽ മറൈൻ ഡിപ്പാർട്ട്മെന്റ്, അവിടെ പോയിട്ട് ഒരു 4 മാസത്തെ ഒരു കോഴ്സ് ഉണ്ട്. അതിന് പോസ്റ്റ് സി ട്രെയിൻ എന്ന് പറയും. 4 മാസത്തെ കോഴ്സ് ഉണ്ട്. അവിടെയല്ല, അവർ പറയുന്നൊരു സ്ഥലത്ത് കൊച്ചിയിലുണ്ട്, യൂറോടെക് എന്ന് പറഞ്ഞിട്ടുണ്ട്, കോയമ്പത്തൂർ സി സ്കിൽ എന്ന് പറഞ്ഞിട്ടൊക്കെ 2-3 കോളേജൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോസ്റ്റ് സി കോഴ്സ് ഉണ്ട്. ഈ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളും ഈ ഫസ്റ്റ് സെമസ്റ്റർ കാര്യങ്ങളൊക്കെ ഷിപ്പിൽ ട്രെയിനിങ് വെച്ചിട്ട് നമ്മൾ 4 മാസത്തെ ഒരു കോഴ്സ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡ്വാൻസ് കോഴ്സ്, അതെല്ലാം ചെയ്തിട്ട് നമുക്ക് MMD എക്സാം കൊടുക്കാൻ പറ്റും. ആ MMD എക്സാം ആണ് ഞാൻ പറഞ്ഞത് കുറച്ച് ടഫ് എക്സാം. അവിടെ നമുക്ക് എക്സാമിന് ജയിക്കാൻ വേണ്ടിയിട്ട് ചില സബ്ജക്റ്റിൽ 70% മാർക്ക് വരെ വേണം. അതായത് 200 മാർക്ക് എക്സാമിന് 140 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം പാസിങ്ങിന് വേണ്ടി മാത്രം. അവിടെ ഫസ്റ്റും സെക്കൻഡും ഒന്നുമില്ല, പാസ് ഓർ ഫെയിൽ. പാസ്സായാലും നമുക്ക് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി ഇഷ്യൂ ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി കിട്ടിയാലാണ് നിങ്ങൾ കേഡർഷിപ്പിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക്, 3rd ഓഫീസറിലേക്ക് പോകുന്നത്. ഓക്കെ, പിന്നെ 3rd നിന്ന് സെക്കൻഡ് എക്സ്പീരിയൻസ് വെച്ച് സെക്കൻഡ് ആകാൻ പറ്റും. സെക്കൻഡും ചീഫ് ആകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോഴ്സ് ഉണ്ട്, ഒരു 4 മാസത്തെ. ആ കോഴ്സാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കോഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എക്സാം ഉണ്ട്. അവിടെയും എക്സാമിന്റെ പാസിംഗ് പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ 70% ഒക്കെ ഉണ്ട്. കുറച്ച് ടഫാണ്. അപ്പോൾ ആ പാസ്സായാലും നമുക്ക് ഫസ്റ്റ് ഓഫീസർ ആവാം, അവിടുന്ന് നെക്സ്റ്റ് ലെവലിൽ ക്യാപ്റ്റൻ ആവാം. അങ്ങനെയാണ് ഇതിന്റെ ഈ DNS കോഴ്സിന്റെ ഷെഡ്യൂൾ. ഓക്കെ, നമ്പർ 6 എത്തി. ഇതിൽ എലിജിബിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇതൊക്കെയാണ് ഈ മിനിമം ഏജ് 17, മാക്സിമം യു ക്യാൻ ഗോ അപ് ടു 25 years. ഇത് ശരിക്കും നമുക്കിപ്പം +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ BSc ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ എടുത്ത് പഠിച്ചാലും നമുക്ക് വീണ്ടും ഈ ഫീൽഡിലേക്ക് വരാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ലിമിറ്റ് 25 വരെ വെച്ചിട്ടുള്ളത്. +2 ബേസിക് ആണ് ഈ. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള 100% കോളേജസ്, 100% പ്ലേസ്മെന്റ് കൊടുക്കുന്ന കോളേജസ്. ഈ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ബെനിഫിറ്റ്, നിങ്ങൾ ഒരു കമ്പനിയുമായിട്ട് ടൈപ്പ് ആയിരിക്കും. അതായത് ഈ സിംസ് പൂനെ എന്ന് പറയുന്ന കോളേജ് എക്സിക്യൂട്ടീവ് ഷിപ്പിന്റെ
ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ കോളേജാണ്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും അവർ പറഞ്ഞ റിക്വയർമെന്റിലും എക്സാം ഒക്കെ പാസ്സായി ആവണമെങ്കിൽ അവർ ഡയറക്റ്റ് ഷിപ്പിലേക്ക് തന്നെ എടുക്കും. അവർ ജോബിനായിട്ട് വേറെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആംഗ്ലോ ഈസ്റ്റേൺ പറയുന്ന കമ്പനി അതുപോലെ തന്നെയാണ്. അവർക്കും ഈ 10,900 ഷിപ്സോളം അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ മൊത്തം അവരുടെ ഷിപ്പിലേക്കാണ് അവർ ട്രാൻസ്ഫർ ചെയ്യുക. ഗ്രേറ്റ് ഈസ്റ്റേൺ, ARI ഡൽഹി, TS റഹ്മാൻ, MET ചെന്നൈ, MTI മുംബൈ, ഇതൊക്കെ ഇന്ത്യയിലെ ഫേമസ് കോളേജസ് ആണ്. ഇവിടെയൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ജോബിന് ഒരു 90% ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പുറമെ പഠിക്കുന്നതിനേക്കാളും ബെറ്റർ ഈ കോളേജിലൊക്കെ പഠിക്കുന്നതാണ്. പിന്നെ ഇതിലുള്ള വെച്ചാല് ഓക്കെ, ഈ സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാരിടൈം സ്റ്റഡീസ് പൂനെന്റെ ഇവരൊക്കെ 2 ബാച്ചാണ് നടത്തുന്നത്. എല്ലാ കോളേജും ഈ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് അപ് ടു മറ്റേ BSc നോട്ടിക്കൽ സയൻസിലേക്ക് പോകുന്ന ഷെഡ്യൂൾ അവർ ഇയർലി 2 ബാച്ചാണ് നടത്താറ്. ഇയർലി 2 സ്റ്റാർട്ടിങ് ഉണ്ടാവും. ഒന്ന് ഓഗസ്റ്റിലുണ്ടാവും, പിന്നെ ഒന്ന് ഫെബിലുണ്ടാവും. ഇപ്രാവശ്യത്തെ ഓഗസ്റ്റിലെ ബാച്ച് കോവിഡ് കാരണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ബാച്ച് ഫെബിലായിരിക്കും. ഫെബിലുള്ള ബാച്ചിലാണെങ്കിൽ അതിനുള്ള എക്സാംസും കാര്യങ്ങളൊക്കെ ഡിസംബറിൽ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പിന്നെ ഈ കോഴ്സൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നമ്മൾ ഒരു എൻട്രൻസ് എക്സാം എഴുതാനുണ്ട്. അത് ജസ്റ്റ് ആ എക്സാം ഒന്ന് അപ്പിയർ ചെയ്ത് നമുക്ക് ജസ്റ്റ് പാസ്സായാൽ മതി. അതിൽ റാങ്ക് ഒന്നും ഇഷ്യൂ ഇല്ല. കാരണം അധികം ആൾക്കാർ എക്സാം എഴുതില്ല. ടോട്ടൽ 5,000-6,000 ആൾക്കാർ എഴുതും. IMU ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ CET എക്സാം, ആ എക്സാം എഴുതിയിട്ട് നമ്മൾ അവരുടെ റാങ്ക് ലിസ്റ്റ് ഒന്ന് വന്നാൽ മതി. ആ എക്സാം അങ്ങനെ വലിയ ടഫ് ഒന്നല്ല. ഒരു 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓൺലൈൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 120 മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ്. നെഗറ്റീവ് മാർക്കൊന്നുമില്ല. നമ്മളെ കേരള എൻട്രൻസ് പോലെ നെഗറ്റീവ് മാർക്കൊന്നുമില്ല. നമുക്ക് ആ 120 ക്വസ്റ്റ്യൻസ് 3 മണിക്കൂർ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് ഒന്ന് വന്നാൽ മതി. ആ റാങ്ക് ലിസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ മാറൈൻ കോളേജ് ഇന്ത്യയിൽ മാറൈൻ കോഴ്സ് പഠിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് ഓർമ്മിക്കണം. IMU ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിന്റെ CET എക്സാം എന്ന് പറയും. ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടത് ഓഗസ്റ്റ് 30 ഈ വർഷം 2020 ഓഗസ്റ്റ് 30 അവർ എക്സാം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 3 വരെ ഉള്ളൂ. അതായത് ഇനിയും 1 വീക്ക് കൂടി ഉണ്ട് ആ എക്സാമിന്റെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഗസ്റ്റ് 3 ഈ എക്സാമിനുള്ള ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. എക്സാം വിൽ ബി കണ്ടക്ടഡ് ഓൺ ഓഗസ്റ്റ് 30. അതിന്റെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ 14th ഓഗസ്റ്റിന് വിടുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റീസെന്റ് ഇനി പെട്ടെന്ന് ആർക്കും ജോയിൻ ചെയ്യാൻ ഈ കോഴ്സ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അവരുടെ ഓപ്ഷനാണ് ഓഗസ്റ്റ് 3. അതില്ലെങ്കിൽ പിന്നെ ഡിസംബറിൽ എക്സാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോർമലി ഇയർലി 2 പ്രാവശ്യം എക്സാം നടത്താറുണ്ട് IMU. ഈ എക്സാമിൽ ഇവരുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മറൈൻ കോഴ്സ് പഠിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. പിന്നെ ഈ എക്സാമിന് എഴുതുന്നതിന് മുമ്പ് നമ്മൾ പാസ്പോർട്ടും കൂടി അപ്ലൈ ചെയ്യണം. ആ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത പേപ്പറോ അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പറോ ഈ എക്സാമിന് ആവശ്യമുണ്ടാവും. എക്സാമിന്റെ വയസ്സും സെയിം തന്നെയാണ്. 17 to 25 ഏജ് ആർക്കും എക്സാം എഴുതാം. ബേസിക് റിക്വയർമെന്റ് നമ്മളെ ക്വാളിഫിക്കേഷൻ, നമ്മളിപ്പം BSc നോട്ടിക്കൽ സയൻസ് പഠിക്കുവാണെങ്കിൽ നമുക്ക് +2 വേണം. ഇനി മറൈൻ എഞ്ചിനീയറിംഗ് GME പഠിക്കുവാണെങ്കിൽ BTech പാസ് ആവണം. പിന്നെ എക്സാമിന്റെ ഫീസ് 1000 rupees ആയിരിക്കും. പിന്നെ ഇതിന് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള സെന്റർ കേരളത്തിൽ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. IMU അതും ഐലൻഡില്ലേ, വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ എക്സാമിന്റെ സെന്റർ ഉള്ളത്. പിന്നെ മെഡിക്കൽ ചിലപ്പം വേണ്ടി വരും ഈ എക്സാം. ഇതിന് ഒരു മെഡിക്കൽ ടെസ്റ്റും കൂടി ഉണ്ടാവും. അതും അവിടെ തന്നെ ഉണ്ട്. ഈ കൊച്ചിയിലെ എല്ലാ കാര്യങ്ങളും ആ MMD എന്ന് പറയുന്ന സെറ്റപ്പ് എല്ലാം ഈ വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് ഉള്ളത്. അവിടെ മറൈനുമായി ബന്ധപ്പെട്ട അവിടെ മറൈനേഴ്സിന് ഹോസ്റ്റലുണ്ട്, സീഫെയറേഴ്സ് ക്ലബ് ഉണ്ട്. അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ടോട്ടൽ ഒരു 21 ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ ഈ മറൈൻ കോഴ്സ് പഠിക്കുന്നത്. അതിൽ തന്നെ ഞാൻ ഈ കാണിച്ചത് 5-8 എണ്ണമാണ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ 7th വണ്ണാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവർ പഠിപ്പിക്കുന്ന ആൾക്കാർ അവരെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഷിപ്പിലേക്കാണ് അയക്കുക. ഗവൺമെന്റ് ഷിപ്പില് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇവിടെ കുറച്ച് ഫെസിലിറ്റീസ് കുറവായിരിക്കും. എല്ലാവരും ഫോറിൻ കമ്പനിയാണ് പ്രിഫർ ചെയ്യാറ്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഞാൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഞാൻ മർച്ചന്റ് നേവിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.
ഓൺലൈനിൽ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് വാട്സാപ്പ് നമ്പർ സേവ് സാറിന്റെ കയ്യിലുണ്ട്, അവിടെയും ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പം ആൻസർ ചെയ്യുന്നതായിരിക്കും. ഈ ഓഗസ്റ്റിൽ നടക്കുന്ന എക്സാമിന്റെ ആ വെബ്സൈറ്റ് ലിങ്ക് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ആ ആപ്ലിക്കേഷൻ ഓൺലൈനിലായിരിക്കുമല്ലോ രജിസ്റ്റർ ചെയ്യേണ്ടത്? അതെ അതെ, IMU CET അടിച്ചാൽ മതി. IMU CET എക്സാം. IMU CET എക്സാം. ആ അതിൽ റിക്വയർമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ തലകുത്തി മറട്ടേ ഉള്ളത്. നെക്സ്റ്റ് ടൈം എല്ലാം ശരിയാന്ന് വിചാരിക്കുന്നു. അല്ല, ഞാൻ ഇത് ചോദിക്കുന്നത് എന്റെ ക്ലോസ് നെയ്ബർ ഉണ്ട് ഒരു പയ്യൻ, വളരെ നല്ല ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണ്. അവൻ ഇപ്പൊ +2 പാസ്സായി. അവന് നേരത്തെയുള്ള അംബിഷൻ ഷിപ്പിംഗ് ലൈനിൽ പോകണമെന്നാണ്. ഓക്കെ ഓക്കെ, എന്നാൽ IMU CET എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. അവനിപ്പോ ഇവിടെ ഫിസിക്സോ കെമിസ്ട്രി ആ ലെവലിൽ ഏതെങ്കിലും BSc പോവാന്നുണ്ടായി. പക്ഷെ ഇത് കിട്ടാന്നുണ്ടെങ്കിൽ നേരെ ഇതിൽ ജോയിൻ ചെയ്യാലോ. ഓക്കെ ഓക്കെ, എന്നാൽ IMU CET എക്സാം അപ്ലൈ ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ കമ്പനീന്റെ എനിക്ക് നമ്പറിന് മെസ്സേജ് അയച്ചാൽ ഞാൻ വേറെ കമ്പനിയുടെ സ്പോൺസറിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. പറ്റുവാണെങ്കിൽ ആ കമ്പനി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ ഇസ്മായിലിന്റെ അടുത്ത് ഞാൻ നിങ്ങളെ നമ്പർ വാങ്ങിച്ചോളാം വാട്സാപ്പിൽ. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പം കുറച്ച് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് അല്ല, ചെറിയ നെഗറ്റീവ് സൈഡും കൂടി ഞാൻ പറയാം. ഇപ്പൊ നമ്മളെ ഷിപ്പിംഗ് ഫീൽഡ് 2010, 11, 12 നല്ലൊരു ഹയസ്റ്റ് ലെവലായിരുന്നു. ഇപ്പൊ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. ഡൗൺ മീൻസ് കുറച്ച് ആൾക്കാർ സപ്ലൈ കൂടിയിട്ടുണ്ട്. അപ്പൊ ചെറിയ ചെറിയ വെയിറ്റിംഗ് കാര്യങ്ങൾ കൂടുതലാണ്. ഞാൻ ഈ BSc കോഴ്സ് പഠിക്കാൻ വേണ്ടി ടോട്ടൽ 4 years എടുത്തു. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുമ്പോൾ 5 years വരെ എടുക്കുന്നുണ്ട്. കാരണം ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് 3 ആൾക്കാർ ഈ കോഴ്സ് പഠിക്കുന്നു, 2 ആൾക്കാർ ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്. ഈ BSc ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ്. ഒന്ന് നമുക്ക് അറിയുന്ന ആൾക്കാരനായിരിക്കും, പോളോ ഷംസുഖാന്റെ ഒരു 3 ഒരാൾക്കാരുണ്ട്. 2 ആൾക്കാർ പഠിക്കുന്നുണ്ട്. അവരൊക്കെ ട്രെയിനിങ് ആയിട്ട് ഇപ്പോൾ ഷിപ്പിലോ ഉള്ളത്. ട്രെയിനിങ്ങിന്റെ 12 മാസം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെ സോഷ്യൽ മീഡിയ. ഷിപ്പ് നമ്മൾ കടലിൽ പോയാൽ പിന്നെ നെറ്റ്വർക്കും കാര്യങ്ങളും വളരെ കുറവായിരിക്കും. ഓൺലി വാട്സപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, നെഗറ്റീവ് സൈഡും കൂടി ഉണ്ട്. എല്ലാം പോസിറ്റീവ് മാത്രമല്ല. കമ്പാരിറ്റീവ്ലി പഴയ കാലത്തിനേക്കാളും കുറെ മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ. വാട്സപ്പെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. പണ്ട് ഒരു കത്ത് കിട്ടണമെങ്കിൽ 3 മാസമൊക്കെ ആയ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇല്ല ഇല്ല, ഇപ്പൊ അതില്ല. ഇപ്പൊ മിനിമം ഒരു ഡെയിലി നമുക്ക് വാട്സപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റും. വാട്സപ്പ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ നാട്ടിലുള്ള പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതൊന്നും കുറച്ച് കിട്ടാൻ പണിയുണ്ട്. മകൻ നേരത്തെ ജോയിൻ ചെയ്തപ്പോഴേ ഈ വാസ് ജോയിൻ ഇൻ 2002. അപ്പൊ അന്ന് ഇമെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വാട്സപ്പ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ വാട്സപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ചീഫ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ 2 വർഷം 3 വർഷം 2.5 വർഷമായി. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ ഫർഹാദ്, എനിക്കൊരു സംശയം. ഏതായാലും ഇതിൽ പങ്കെടുത്ത് വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ സെഷൻ തന്നതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫർഹാദ് ഇവിടെ ഉള്ള ഒരു 7-8 കോളേജിന്റെ പേരിൽ തന്നു. അപ്പൊ അതിന് അവിടെ അഡ്മിഷൻ കിട്ടാനും വേണ്ടി എളുപ്പമാണോ, അല്ല അതിനും കുറെ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ ആണ്? എന്താണ് അതിന്റെ ഒരു കണ്ടീഷൻ? ഇല്ല, കോളേജ് അഡ്മിഷൻ അത്ര സ്ട്രിക്റ്റ് അല്ല. കോളേജ് അഡ്മിഷന് അധികം ചെറിയൊരു എക്സാം ഉണ്ടാവും, ഒരു ബേസിക് എക്സാം. കേൾക്കുന്നില്ല. അവിടെ ഒരു ചെറിയൊരു 2 എക്സാം ഉണ്ടാവാറുണ്ട്. സാധാരണ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാവും. ഈ കമ്പനികളുടെ 2 എക്സാം ഉണ്ടാവും. അത് വലിയ ടഫ് എക്സാം ഒന്നല്ല. +2 ഒക്കെ പാസ്സായ സുഖമായിട്ട് പാസ്സാവും. ഈ ഫീൽഡിലെ മെയിൻ ടഫ് എക്സാം വരുന്നത് നമ്മൾ MMD പോകുമ്പോഴാണ്. ഞാൻ പറഞ്ഞില്ലേ 70% ഒക്കെ മാർക്ക്. അവിടെ മാത്രമാണ് കുറച്ച് ടഫ് എക്സാം ഉള്ളൂ. ബാക്കിയുള്ള എക്സാം സിമ്പിൾ ആണ്. പിന്നെ ഈ കമ്പനീസ് ഒക്കെ ആൾക്കാർ ആവശ്യമുള്ള കമ്പനീസാണ്. അപ്പൊ അവര് അങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കാണ്ടിരിക്കാറില്ല. അപ്പം ഈ സമുദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്, അവരുടെ കോണ്ടാക്റ്റും ഉണ്ട്. അവരെ വേണമെങ്കിൽ ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് തരാം. പിന്നെ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ എല്ലാ കമ്പനിയും ഉണ്ട്. അതാണിപ്പം കുറച്ച് പ്രശ്നം. പണ്ടത്തെ പോലെ ഷിപ്പിൽ ഇപ്പം 1 year കോഴ്സ് ചെയ്ത അവിടെ തന്നെ ഷിപ്പ് കിട്ടുന്നില്ല. കുറച്ചൊരു 6 മാസം വെയിറ്റിംഗ്, 8 മാസം വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ 4 മാസമായിരുന്നു വെയിറ്റിംഗ്. ഇപ്പം ഡബിൾ ഒക്കെ വെയിറ്റിംഗ് ആയിട്ടുണ്ട്. കാരണം എല്ലാ സ്ഥലത്തും എല്ലാ ഫീൽഡും ആൾക്കാർ കൂടിയ പോലെ തന്നെ ഇവിടെയും ആൾക്കാർ അറിയാനും കൂടാനും തുടങ്ങി. നമ്മൾ പഠിക്കുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഈ ഫീൽഡിനെ കുറിച്ച് അധികം അറിവില്ലായിരുന്നു. നമ്മളൊരു കണ്ണൂർ സ്റ്റേഡിയം കോർണറിലൊരു അവരെന്തോ എഡ്യൂക്കേഷൻ ഫെസ്റ്റ് വെച്ച് അവിടെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ ജോയിൻ ചെയ്ത. ആ സമയം ഗൂഗിളും കാര്യങ്ങളൊക്കെ അത്ര നമ്മൾ ഉപയോഗിക്കാറില്ലായിരുന്നല്ലോ. ഇപ്പം കുറച്ചാൾക്ക് അറിയുന്നതുകൊണ്ട് ആൾക്കാരും കൂടിയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല.
കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ഫീൽഡ് ഇഷ്ടമുണ്ടെങ്കിൽ അയക്കാൻ പറ്റുന്ന ഫീൽഡ് തന്നെയാണ്. നല്ലൊരു ഓഫീസർ ജോബാണ്, നല്ലൊരു എക്സിക്യൂട്ടീവ് ജോബാണ്, കുഴപ്പമൊന്നുമില്ല. അതിന്റെ കൂടെ ഇതില് ഫീസ് സ്ട്രക്ചർ ഒന്ന് ഏകദേശം എസ്റ്റിമേറ്റഡ് ഒന്ന് പറയാൻ പറ്റുമോ? ഫീസ് ഈ ക്യാപ്റ്റൻ ആവേണ്ട ഞാൻ പറഞ്ഞ BSc നോട്ടിക്കൽ സയൻസ് പഠിക്കാൻ ഒരു 7 lakh അടുപ്പിച്ച് കോഴ്സ് ഫീസ് ആവുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീസ് എല്ലാം അടക്കം 5 to 7. പിന്നെ ഈ BTech മറൈൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 4 വർഷം മറൈൻ എഞ്ചിനീയർ പഠിക്കുകയാണെങ്കിൽ കോഴ്സ് ഫീസ് ഒരു 12ന്റെ മുകളിലൊക്കെ പോകുന്നു, 12-14 ആകുന്നുണ്ട്. 6 month JME കോഴ്സ് ആണെങ്കിൽ അത്ര റേറ്റ് വരില്ല, ഒരു 4 lakh അടുപ്പിച്ചിട്ട് റേറ്റ് വരുന്ന കോഴ്സ്. അത് ഓരോ കോളേജിലും ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഒക്കെ ഉണ്ടാവും. സ്പോൺസർഷിപ്പ് ചെയ്യുന്ന കോളേജിൽ കുറച്ച് ഫീസ് കൂടുതലാണ്. ഈ സ്പോൺസർ ഇല്ലാതെ പഠിക്കുന്ന കോളേജൊക്കെ ഉണ്ട്, IMU എന്നൊക്കെ പറഞ്ഞ കോളേജ്, അവിടെയൊക്കെ ഫീസ് ചിലപ്പം കുറച്ച് കുറവായിരിക്കും. പക്ഷെ അത് തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ട്രെയിനിങ് ഷിപ്പിന് വേണ്ടിയിട്ട് പുറമെ ഏജന്റിനൊക്കെ കാണേണ്ടി വരും, അവർക്ക് നമ്മൾ സർവീസ് ചാർജ് കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പൈസ കണക്ക് തന്നെയാണ്. അപ്പം എൻ്റെ ഒരു ഇതിൽ സ്പോൺസർ ആയിട്ട് പഠിക്കുന്നതാണ് വളരെ നല്ലത്. കാരണം നമ്മൾ ഈ ഏജൻസിനൊക്കെ റെഫർ ചെയ്യുമ്പം അവർ ജെന്യൂൻ ആണോ ഫ്രോഡാണെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് തട്ടിപ്പൊക്കെ ഈ ഫീൽഡ് നടന്നിട്ടുണ്ട്. ആൾക്കാർ അറിയാത്തതുകൊണ്ട് അവരെ മുതലെടുത്തിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. അതുകൊണ്ട് സ്പോൺസറായി പഠിക്കുന്നതാണ് വളരെ നല്ലത്. പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ GP റേറ്റിംഗ് കോഴ്സിൽ ഈ ഷിപ്പിൽ ക്രൂ ആയിട്ട് പോകുന്നത്, അതൊരു 1 lakh 2 lakh അടുപ്പിച്ചിട്ട് കോഴ്സ് കംപ്ലീഷൻ അടക്കം വലിയ ആവും തോന്നുന്നു. ഇർഫാദ്, ഇത് നൗഫലാണ്. അസ്സലാമു അലൈക്കും. വളരെ നല്ല പ്രസന്റേഷൻ, റിയലി അപ്രീഷിയേറ്റ്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ള, നമ്മൾ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അതോ പ്രൈവറ്റ് ആണോ? ഇന്ത്യയില് 5 ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളൂ ഇന്ത്യയിൽ. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുമ്പിലൊക്കെ IMU ഉണ്ടാവും, IMU ചെന്നൈ, IMU മുംബൈ, IMU കൊച്ചിൻ, അതുണ്ടാവും. ആ 5 ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളൂ. അവിടെ 100% പ്ലേസ്മെന്റ് ഇല്ല. അവിടെ കമ്പനീസ് വന്നിട്ട് നമ്മളെ സ്പോൺസർ ചെയ്യുക. അപ്പം അവിടെ പഠിക്കാൻ ഫീസ് കുറവാണ്. ഞാനിപ്പോ പറഞ്ഞ 4 ലക്ഷത്തിന്റെ കോഴ്സ് അവിടെ പഠിക്കാൻ 2.5 ലക്ഷം ആവും. പക്ഷെ അവിടെ നിന്ന് പഠിച്ചിട്ട് നമുക്ക് ഇൻ കേസ് സ്പോൺസർ കിട്ടിയിട്ടില്ല, പിന്നെ നമ്മൾ പുറമെ ഏജന്റിന് 2 ലക്ഷം കൊടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിലും നല്ലത് സ്പോൺസറായി പഠിക്കുന്നതാണ്. ഈ ആംഗ്ലോ ഈസ്റ്റ്, ഈ ഗ്രേറ്റ് ഈസ്റ്റ്, സിംസ് എന്നൊക്കെ പറയുന്ന കോളേജ് എന്ന് വെച്ചാൽ ആ കമ്പനിന്റെ തന്നെ കോളേജാണ്. അപ്പൊ അവിടെ പഠിക്കുന്ന ആൾക്കാർ ആ കമ്പനി എടുക്കും. സ്പോൺസർ ചെയ്യുന്നത് കമ്പനികൾ സ്പോൺസർ ചെയ്തിട്ടല്ലേ? ആ കോളേജ് അവർ തന്നെ കോളേജാണ്. ഇപ്പൊ ഈ ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറഞ്ഞൊരു ഷിപ്പിംഗ് കമ്പനി ഉണ്ട്, അവരുടെ കോളേജാണ് ഈ ആംഗ്ലോ ഈസ്റ്റേൺ കോളേജ്. അവിടെ പഠിക്കുന്ന ആൾക്കാർ മൊത്തം അവരുടെ ഷിപ്പിലേക്ക് ഓഫീസറായിട്ടും എഞ്ചിനീയറായിട്ടും പോകും. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ പഠിക്കുന്നത് കുറച്ച് നല്ലത്. ഞങ്ങളൊക്കെ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് ആ സമയത്ത് പഠിച്ചതാണ്. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് പണി കിട്ടി. പഠിച്ച പണി കിട്ടുന്നത് സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും. വേറെ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ? ഇർഫാദ്, ഒരു ഡൗട്ട് കൂടി. പിന്നെ ഈ എൻട്രൻസ് എക്സാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അത് നമ്മള് സാധാ +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് എൻട്രൻസിന് പോലെ തന്നെ അതേ സബ്ജക്ട്സ് തന്നെ ആയിരിക്കും, അല്ല ഈ ഷിപ്പിംഗ് ഈ സബ്ജക്ട് ആയിട്ട് ഓറിയന്റഡ് ആയ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും? അതിന് വേറെ കോച്ചിങ് എന്തെങ്കിലും പോകേണ്ടതുണ്ടോ? ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മളെ +2 കേരള നമ്മളെ +2 ബേസിക് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കും. എക്സാം ഒക്കെ പോലെ ആ ഒരു ലെവൽ എക്സാം. അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ സൈറ്റിലുണ്ട്. IMU CET എക്സാം അടിച്ചാൽ കിട്ടും. അതില് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, +2 ബേസ് ക്വസ്റ്റ്യൻസ് മാത്രമേ വയ്ക്കൂ. ജസ്റ്റ് ജോഗ്രഫിക്കലി ജസ്റ്റ് റെഫർ ചെയ്താൽ മതി. ഈ കടലുമായി ജസ്റ്റ് എന്തെല്ലാം കടലുണ്ട്, അല്ലാണ്ട് ടെക്നിക്കലായിട്ട് ഒന്നും അതിൽ പഠിക്കാനില്ല. ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ജസ്റ്റ് ജനറൽ നോളജ്, അത്രേ ഉള്ളൂ. ബേസിക് 200 മാർക്കിന് 120 മാർക്കിലാണ് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 3 മണിക്കൂർ, നെഗറ്റീവ് മാർക്കില്ല. അതാണ് എക്സാം ലെവൽ. ആ എക്സാമിൽ ജസ്റ്റ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മതി, നമ്മളെ എക്സാം അപ്പിയർ ചെയ്യാൻ മതി. ശരിക്കും പറഞ്ഞാൽ അതൊരു ജസ്റ്റ് നമ്മൾ IMU വഴി വരുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള എക്സാം ആണ്. കാരണം ഈ ഇന്ത്യൻ മാരിടൈം കോഴ്സിന് വേണ്ടി യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് 2008 അതിനു മുമ്പ് ഈ മാരിടൈം കോഴ്സിന് യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടില്ല. അവർ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി വഴി ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സ് നടത്താറ്. അപ്പോൾ IMU യൂണിവേഴ്സിറ്റി വന്നതുകൊണ്ട് അവർ ത്രൂ നമ്മൾ ജോയിൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള എക്സാം ആണ്. ഇത് വലിയ ടഫ് ഒന്നുമില്ല, ജസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നാൽ മതി. പക്ഷേ ഈ കോളേജിലേക്ക് അഡ്മിഷൻ ആണെങ്കിൽ എൻട്രൻസ് എക്സാം നിർബന്ധമാണ്. അതെ, ഏത് മറൈൻ കോഴ്സ് പഠിക്കണമെങ്കിലും ഈ ഓഫീസർ ആകാൻ വേണ്ടിയുള്ള കോഴ്സും ഈ എക്സാം എഴുതി നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരണം, അത്രേ ഉള്ളൂ. ഇത് കൂടാതെ നമ്മളെ കമ്പനീന്റെ ഇപ്പൊ സമുദ്രയിൽ പോകണമെങ്കിൽ അവരൊരു എക്സാം ഉണ്ടാവും. പിന്നെ
നമ്മളെ ആംഗ്ലോപ്പാണ് അവരുടെ എക്സാം ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഗേൾസ് പഠിക്കുന്നുണ്ട്, പഠിക്കാണ്ടൊന്നുമില്ല. അപ്പോ നമ്മളൊരു ഇയർലി 2000 ബോയ്സ് പഠിക്കുന്ന ഒരു 10-20 ഗേൾസ് അത്രേ ഉള്ളൂ, വലിയൊന്നുമില്ല. എന്നാലും ഇന്ത്യയിൽ തന്നെ ഇപ്പോ പെൺകുട്ടികളെ ക്യാപ്റ്റൻ ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട്. ക്യാപ്റ്റൻ അധികം എന്നൊക്കെ പറഞ്ഞൊരു പ്രൊഫൈലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗേൾസ് പഠിക്കുന്നില്ല പറയാൻ പറ്റില്ല. അതാണ് നമ്മളെ നാട്ടിലൊക്കെ പറയാന്ന്. എന്റെ കൂടെ ആ പഠിക്കുന്ന സമയത്ത് ഒരു എന്റെ ഇവിടെ പഠിക്കുമ്പോ ഒരു മറ്റേ ഇവിടുന്ന് ലക്ഷദ്വീപ് എന്നായിട്ടൊരു പെൺകുട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് ഗേൾസ് പഠിക്കുന്നുണ്ട്, ഗേൾസ് ഷിപ്പിൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്, അത്രേ ഉള്ളൂ. എല്ലാവരും ഈ ബോയ്സിന്റെ ഫീൽഡ് പറഞ്ഞുകൊണ്ട് ഗേൾസ് ഇതിൽ അങ്ങനെ വരുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അവരും വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്, ഇല്ല എന്നും പറയാൻ പറ്റില്ല. അവർക്ക് ബോയ്സിന് റിക്വയർമെന്റ് മാത്രമൊന്നുമില്ല, ഗേൾസിനും പഠിക്കാം. വേറെന്തെങ്കിലും ഡൗട്ട്സ്? കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുള്ള അവസരം കൊടുക്കാം. ഓക്കെ, 12 മണിയാണ് നമ്മുടെ ടൈം പറഞ്ഞത്, അതേതാണ്ട് ആയിട്ടുണ്ട്. 12 ആയിട്ടുണ്ടല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറുമായി ബന്ധപ്പെട്ടാൽ എന്റെ നമ്പർ ആയിരിക്കാൻ വെച്ചാൽ സാറിന് കൊടുക്കാം. വാട്സപ്പിൽ അവൈലബിൾ ആയിരിക്കും ഫോർ നെക്സ്റ്റ് 6 months. സൂം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഒരു കാര്യം, ഇർഫാദിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടെ ചാറ്റ് മെസ്സേജിൽ ഒന്ന്, ഞാനിപ്പോ ഇത് കഴിഞ്ഞ ശേഷം ഓഫ് താങ്ക്സ് ഉണ്ട്, ആ സമയത്ത് ഒന്ന് ചാറ്റ് മെസ്സേജിൽ ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ഡീറ്റെയിൽസ് ഓക്കെ ഞാൻ സെൻഡ് ചെയ്യാം. ഇനി ഇർഫാദിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ കൂടുതലായിട്ട്? ഇല്ല, അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്റെ മർച്ചന്റ് നേവിനെ കുറിച്ചും ഇതിനെ കുറിച്ചെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കോഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ ഹാഫ് ആൻ അവറാണ് ഉദ്ദേശിച്ചത്, 45 മിനിറ്റ്സോളം പോയിട്ടുണ്ട്, കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നുമായി വാട്സപ്പായി ബന്ധപ്പെടാം. ഞാനിപ്പോൾ ഒരു ജോയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഷിപ്പിലേക്ക് പോകാനുള്ള യാത്രയിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഒരു അവസരം തന്ന സീഡിന്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. സയ്യിർ സാർ, അബ്ദുൽ സലാം ഗ്ലോബൽ ചെയർമാൻ, KT ഇസ്മായിൽ സാർ, എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക്സ്. ഓക്കെ, താങ്ക്സ്. അത് വളരെ നല്ലൊരു സെഷനാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലുള്ള പ്രതിഭകളെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ ജോബ് ഓറിയന്റഡ് വെബിനാർ സീരീസിലേക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നു വളരെ നല്ല ഒരു സെഷനാണ് ഇപ്പൊ കഴിഞ്ഞു പോയത്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളിപ്പോ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം സലാം സാഹിബ് UAE നിന്നാണ് കണക്ട് ചെയ്തത്. അതുപോലെ ഒന്ന് വോയിസ് മ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ സലാം സാഹിബ് ഉദ്ഘാടകൻ ദുബായിൽ നിന്നാണ് കണക്ട് ചെയ്തത്. നമ്മുടെ ഇന്നത്തെ മുഹമ്മദ് ഇർഫാദ് പ്രസന്റ് ചെയ്ത മുഹമ്മദ് ഇർഫാദ് ജപ്പാനിൽ നിന്നാണ് കണക്ട് ചെയ്തത്. കോവിഡ് കൊണ്ടുണ്ടായ വളരെ വലിയൊരു നേട്ടം എന്താന്ന് വെച്ചാൽ നമ്മുടെ ലോകത്ത് മുഴുവനുള്ള ആൾക്കാരെ നമ്മൾക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു വലിയ നേട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ടുള്ള വെബിനാർ സീരീസിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള, ഇപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എക്സ്പേർട്സിനെ വെച്ചിട്ട്, ഓരോ ഫീൽഡിലുള്ള എക്സ്പേർട്സിനെ വെച്ചിട്ട് ഒരു വെബ് സീരീസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സെഷനാണ് ഇന്ന് കഴിഞ്ഞത്. വളരെ നല്ല സെഷനായിരുന്നു. ഇർഫാദ് വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. ഇർഫാദിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ജപ്പാനിൽ നിന്ന് ഷിപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഒരു അവസരത്തിൽ നമ്മള് അവസാനമായി ഈ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വൈസ് ചെയർമാൻ ഫഹദിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ സീഡിന്റെ വൈസ് ചെയർമാനാണ്, കൂടാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ്, ഓഫീസറാണ്. ഫഹദ് കേൾക്കുന്നുണ്ടാവും. അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സൈർ, അതൊന്ന് ആൻസർ ചെയ്തെങ്കിൽ. അതിന്റെ ആൻസർ ചെയ്യുന്നുണ്ട് സാർ, കണ്ടിന്യൂ ചെയ്തോ. അല്ല, അത് എല്ലാരും കൂടി കേട്ടോട്ടെ. ആ ക്വസ്റ്റ്യൻ എല്ലാവർക്കും, ചിലപ്പോൾ മറ്റുള്ളവർക്കും സംശയം, ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്തു. ഓക്കെ. അതിലൊരാൾ ചോദിച്ചത് ജോയിനിങ് ടൈം, ഫണ്ടിന്റെ സൈറ്റ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ മർച്ചന്റ് നേവിയിൽ ഡെക്ക് ഓഫീസർ ആവാണ്. അതായത് BSc നോട്ടിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐസൈറ്റിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. 6/6, അതായത് നിങ്ങൾ 6 കേൾക്കുന്നില്ലേ?
കേൾക്കാം പറഞ്ഞു. ഓക്കെ. അതായത് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഐസൈറ്റ് റിക്വയർമെന്റ് 6/6. 6/6 മീൻസ് പെർഫെക്റ്റ് ഐസൈറ്റ്. അത് നമ്മൾ 6/6 കേട്ട് പേടിക്കാൻ വേണ്ട, നമ്മളെ കണ്ടൊക്കെ 6/6 തന്നെ ആയിരിക്കും. അവർ കാണിക്കുന്ന ബോർഡിലെ എല്ലാ ലെറ്ററും നമുക്ക് വായിക്കാൻ പറ്റണം. അതാണ് 6/6 ഉദ്ദേശിക്കുന്നത്. ആ ചെറിയ ലെറ്റേഴ്സ് ഒക്കെ ഇല്ലേ, അത് വായിക്കാൻ പറ്റണം. നമ്മളൊരു ജസ്റ്റ് നമ്മളെ ക്ലിനിക്കിൽ പോയി നോക്കിയാൽ മതി, വല്ല ഇഷ്യൂ ഉള്ള കാര്യമില്ല. അത് എല്ലാവരും എൻ്റെ പാറ്റില് 90% ആൾക്കാർക്കും ഈ ഏജിലൊക്കെ 17-18 ഏജ് ജോയിനിങ് ടൈം ഒക്കെ 6/6 തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഗ്രാജുവലി നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഈ ഐസൈറ്റ് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഐസൈറ്റ് കുറഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം അവർ ആ സമയത്ത് അവർ കുറച്ച് നമുക്ക് കണ്ടീഷൻ തരും. ഓക്കെ, കുഴപ്പമില്ല, സ്പെക്സ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ക്യാപ്റ്റനൊക്കെ ആകുമ്പോൾ ഈ 35 വയസ്സിലൊക്കെ നമുക്ക് 6/6 ആണ് നിർബന്ധമില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് സ്പെക്സ് ഉപയോഗിക്കാം. അതായത് നമ്മൾ ജോയിനിങ് ടൈം ഈ 17 വയസ്സ് 18 വയസ്സ് സമയത്തുള്ള ഐസൈറ്റ് 6/6 ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ബിടെക്കിന്റെ ബന്ധപ്പെട്ട്, ബിടെക് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഈ GME കോഴ്സ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യണം, എന്നാലും മാത്രമാണ് നമുക്ക് ഈ GME കോഴ്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി കംപ്ലീറ്റ് ആവും. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയർ 50% മാർക്ക്, അതാണ് റിക്വയർമെന്റ്. അല്ലെങ്കിൽ +2 വെച്ചിട്ട് നമ്മൾ മറ്റേ +2 മാർക്ക് വെച്ചിട്ട് നമുക്ക് 4 കൊല്ലത്തേക്കുള്ള ഡയറക്റ്റ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യാൻ പറ്റും. ബിടെക് സ്റ്റാർട്ട് കഴിഞ്ഞാൽ പിന്നെ ബിടെക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് മറൈൻ എഞ്ചിനീയറിംഗിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഈ ബിടെക് ഇലക്ട്രിക്കൽ പഠിക്കുന്നവർക്ക് പുതിയൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ബിടെക് ഇലക്ട്രിക്കൽ പഠിച്ച അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഉള്ള ആൾക്കാർക്കൊക്കെ ഷിപ്പിൽ ഇലക്ട്രിക്കൽ ഓഫീസർ ആകാൻ വേണ്ടി ഒരു പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, പറയാൻ വിട്ടുപോയി. ഷിപ്പിൽ ഇലക്ട്രിക്കൽ ഓഫീസർ ആകാൻ വേണ്ടി വേറൊരു പോസ്റ്റും കൂടി ഉണ്ട്. അതും നമുക്ക് ചിന്തിക്കാവുന്ന നല്ലൊരു പോസ്റ്റാണ്. ഷിപ്പിൽ ഒരു ഇലക്ട്രിക്കൽ ഓഫീസർ മെയിൻലി അവരെ വർക്ക് വെച്ചാൽ ഷിപ്പ് ബന്ധപ്പെട്ട ഷിപ്പിലെ എല്ലാ ലൈറ്റ്സും കാര്യങ്ങളും ചെക്കിങ്ങും കാര്യങ്ങളും, പിന്നെ എഞ്ചിൻ സൈഡിലെ കുറച്ച് പാരാമീറ്റേഴ്സ് ചെക്കിങ്. അപ്പം അതൊരു പുതിയൊരു ഓപ്ഷനാണ്. അത് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതും കൂടി ഉണ്ട്. ബിടെക് ഇലക്ട്രിക്കൽ ബന്ധപ്പെട്ട പഠിക്കുന്നവർക്ക് ഈ കോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ്. അത് ചെറിയ 6 മാസത്തെ കോഴ്സേ ഉണ്ടാവും, ഒരു പ്രിപ്പറേറ്ററി കോഴ്സേ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് MMD പോയിട്ട് എക്സാം കൊടുത്തിട്ട് പാസ്സാവും. ഈ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, ഈ മറൈൻ എഞ്ചിൻ സൈഡിൽ നമുക്ക് ഐസൈറ്റിന്റെ പെർഫെക്റ്റ് ഐസൈറ്റ് ആവശ്യമില്ല, കുറച്ച് കണ്ടീഷൻസ് അവർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 6/6 വേണ്ട. പക്ഷേ നാവിഗേഷനുമായി ബന്ധപ്പെട്ട നോട്ടിക്കലുമായി ബന്ധപ്പെട്ട ഈ ഷിപ്പിലെ ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സും പഠിക്കാൻ വേണ്ടിയിട്ടും ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുമ്പോൾ, അതായത് 17 വയസ്സോ 18 വയസ്സിലോ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 6/6 തന്നെ വേണം. ഓക്കെ. ഈ കോമേഴ്സ് ഡിഗ്രിക്ക് ഇതുമായിട്ട് പിന്നെ ബന്ധമുണ്ടോ? കോമേഴ്സ് ഡിഗ്രിക്കാർക്ക് ഈ കോഴ്സിൽ ഇതിനേക്ക് പോകാൻ പറ്റുമോ? അതിന് എന്തെങ്കിലും? ഇല്ല, നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം. ഒന്നിക്ക് +2 സയൻസ് വേണം, അല്ലെങ്കിൽ BSc എനി സയൻസ്, BSc ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, ഇതാണ് റിക്വയർമെന്റ്. കൊമേഴ്സ് എടുത്താക്ക് ഇതില് ഷിപ്പിൽ ബന്ധപ്പെട്ട ഫീൽഡില്ല, പിന്നെ ലോജിസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടി വരും. ഷോറിലെ ലോജിസ്റ്റിക് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നോക്കേണ്ടി വരും. അവർക്ക് ഷിപ്പിലേക്കുള്ള പിന്നെ ക്രൂ ആയിട്ട് പോകാൻ പറ്റും. അത് പിന്നെ അത്ര പ്രിഫറബിൾ അല്ല. അതിലും ബെറ്റർ ജോബ് നമുക്ക് ഷോറിൽ കിട്ടും. ഓക്കെ, താങ്ക്സ്. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ നേരിട്ട് വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യും, അതിൽ ചോദിക്കാം. പിന്നെ അടുത്തതായി നമ്മുടെ ഇതിന്റെ ക്ലോസിംഗ് സെഷൻ ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വൈസ് ചെയർമാൻ ഫഹദിനെ ക്ഷണിച്ചുകൊള്ളാം. ഫഹദ്. പിന്നെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പോ ഈ നാട്ടിലുള്ള ആൾക്കാർ, ഓരോ മേഖലയെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ വെബിനാർ സീരീസ് ആണ് ഇന്ന് സ്റ്റാർട്ടിങ് ഫസ്റ്റ് സെഷനോട് സ്റ്റാർട്ടിങ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു സമയം കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ക്ലിയർ ആയി, ആൾക്കാരുടെ ഡൗട്ടൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പരിപാടിയിൽ നന്ദി അറിയിക്കുകയാണ്. ആദ്യമായിട്ട് ഈ പരിപാടി സ്വാഗതം പറഞ്ഞ ഇസ്മായിൽ സാഹിബ്, അതുപോലെ ഉദ്ഘാടനം ചെയ്ത UKMKയുടെ ഗ്ലോബൽ ചെയർമാൻ അബ്ദുൽ സലാം സാഹിബ്, അതുപോലെ ഇതിന് അധ്യക്ഷത വഹിച്ച സഹീർ സാറ്, പിന്നെ അതുപോലെ ഈ വെബിനാറിൽ ഈ ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്ത ഇർഫാദ്, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇത് അവസാനിച്ചായിട്ട് അറിയിക്കുന്നു. താങ്ക്സ് ഓൾ.